2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ സാധാരണ മുളക് പൊടി എരിവുള്ളതാണ്, 2 സ്പൂൺ പിരിയം മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ ഉപ്പ്. ഉപ്പ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കണം. നന്നായിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്യണം. ആദ്യം തന്നെ അത് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഒരുക്കിയാൽ മതി. ഇനി നമുക്ക് അയില കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചത് കഴുകി വൃത്തിയാക്കി വെക്കാം. ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചതാണ്. ചെറിയ ഉള്ളി ചതച്ച് വെച്ചത്, ഇഞ്ചി ചതച്ചത് ഒരു ചെറിയ കഷ്ണം, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, തേങ്ങയുടെ 2-ാം പാൽ, തേങ്ങയുടെ 1-ാം പാൽ. ഇത്രയാണ് മീൻകറിക്ക് ആവശ്യമുള്ളത്. ഇനി ചട്ടി ചൂടായ വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ആദ്യം ഇഞ്ചി ഇട്ട് ഒന്ന് വഴറ്റിയ ശേഷം ചെറിയ ഉള്ളി ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 7 ഉള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കളർ മാറി വരുമ്പോഴേക്കും നമുക്ക് 3 കുടംപുളി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. കീറി ചേർത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറി വരണം. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് നന്നായി ഇളക്കണം. തീ കൂട്ടി വയ്ക്കാം. ഈ സമയത്ത് നന്നായി ഇളക്കി മസാലയെല്ലാം പാലിൽ മിക്സായി വരുമ്പോഴേക്കും നമുക്ക് തീ കൂട്ടി വെച്ച് തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അയില കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അത് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് തീ കൂട്ടി തന്നെ ഇരിക്കട്ടെ. ഇനി അത് കറിയൊക്കെ ഒന്നെല്ലാം വറ്റി വരണം. ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പതിയെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മീൻ പിന്നീട് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചുറ്റിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇതെല്ലാം തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ അങ്ങനെ ഇരുന്നതിന് ശേഷം നമുക്ക് ഈ സമയമാകുമ്പോഴേക്കും ഈ കറിയിലേക്ക് തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്ത ഉടനെ ഓഫ് ചെയ്യണ്ട. 1-ാം പാൽ ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് വീണ്ടും തിളപ്പിക്കണം. എന്നിട്ട് തീ കുറച്ച് വെക്കുക. ആ സമയം ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. കറിയൊക്കെ പാകത്തിന് വറ്റിയിട്ടും ഉണ്ടാവും. ഇങ്ങനെ എല്ലാ മീനും വെക്കാവുന്നതാണ്. അയില മാത്രമല്ല, മത്തി, അങ്ങനെ മറ്റുള്ള പുഴ മീനാണെങ്കിലും ഇതുപോലെ വെച്ച് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ അയിലക്കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല കറിയായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. കുറച്ച് ഒരു മണിക്കൂറൊക്കെ ഇരുന്നതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. താങ്ക് യു.